ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് പോസ്റ്റ്ഗ്രെസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ APIയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഓപ്പൺ APIയുടെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ കാരണം വേറൊന്നുമില്ല, അത് ഇറ്റ് സെൽഫ് എ സെപ്പറേറ്റ് ടോപ്പിക്കാണ്. പക്ഷേ നിങ്ങളൊരു REST API ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഓപ്പൺ APIയെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതുകൊണ്ടാണ് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ അതിനായിട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ സീരീസ് Node.jsലെ സീരീസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ടു ഡു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വിത്ത് യൂസർ സപ്പോർട്ട് Node.js. അപ്പോൾ നമ്മൾ എൻഡ് ടു എൻഡ് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, യൂസർ സപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് സ്ട്രക്ചർ ചെയ്യുന്നത്, അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് സ്ട്രക്ചർ ചെയ്യുന്നത്, നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിങ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെസ്റ്റിങ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുക, അതിനുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് സ്ട്രക്ചറിൻ്റെ കേസിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് നമ്മൾ ഒരു Node.jsലെ ഒരു പ്രൊജക്റ്റ് സ്ട്രക്ചർ ചെയ്യുന്നുള്ളത്. അത് എൻറ്റയർലി അപ് ടു നിങ്ങളുടെ വർക്കിൻ്റെ ടീമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, കാരണം നിങ്ങളൊരു സിമ്പിൾ പ്രൊജക്റ്റാണ്, ഒരു പ്രോട്ടോടൈപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾക്ക് എക്സ്പ്രസിൻ്റെ ജനറേറ്റർ ഒബ്വിയസ്ലി അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചർ ജനറേറ്റ് ചെയ്യാം. എല്ലാത്തിലൂടെയും നിങ്ങൾക്ക് ഫൈൻ ഗ്രൈൻഡ് കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് സ്ട്രക്ചർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ലോജിക്കിനനുസരിച്ചിട്ട് കമ്പോണൻസിനെ ഗ്രൂപ്പ് ചെയ്യാം, വാട്ടെവർ. അത് എൻറ്റയർലി അപ് ടു നിങ്ങളുടെ ഒരു ലോജിക് ഡിസിഷനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ നോക്കുക. ഒന്ന് ഫോർ എക്സാമ്പിൾ MVC എന്നുള്ളൊരു പാറ്റേണോ അല്ലെങ്കിൽ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പാറ്റേണോ ചെയ്യാൻ നോക്കുക. ഓർ എൽസ് അറ്റ് ദ ലോവസ്റ്റ് ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സിമിലർ ഗ്രൂപ്പിംഗ് ചെയ്യുക. സിമിലർ ഗ്രൂപ്പിംഗ് ആയിട്ടുള്ള കമ്പോണൻറ്റുകളെ സിമിലർ ഗ്രൂപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മോഡൽസിന് വേണമെങ്കിൽ മോഡൽസ് എന്നുള്ള ഡയറക്ടറിയിലോട്ട് മാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡൊമൈൻ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഓതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഓതൻറ്റിക്കേഷൻ്റെ എല്ലാ റിലേറ്റഡ് റൂട്ട്സും ഹാൻഡിലേഴ്സും സർവീസസും എല്ലാം അതിലോട്ട് മാപ്പ് ഈ ഒരു ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഫോൾഡറിലോട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കൺട്രോളേഴ്സ് ഉണ്ടെങ്കിൽ കൺട്രോളേഴ്സ് സെപ്പറേറ്റ് ഒരു ഫോൾഡറിലോട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ ദ ഡൊമൈൻ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് എൻറ്റയർലി അപ് ടു നിങ്ങളാണ്. അപ്പോൾ എപ്പോഴും ഒരു ടെസ്റ്റിംഗ് കമ്പാറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് മനസ്സ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ സിമിലർലി നിങ്ങൾ മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്രെയിംവർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ. feather.js അതുപോലെ nest.js എന്ന് പോലുള്ള ഒരുപാട് ഇതിലൂടെ എൻ്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഫ്രെയിംവർക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലോട്ടും കൂടി സ്വിച്ച് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് എന്താണ് ഓൾറെഡി അവരുടെ ഒരു ഡിസൈൻ പാറ്റേൺ അതെല്ലാം ടേക്ക് കെയർ ഓഫ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടു ഡു ആപ്ലിക്കേഷനാണ് വിത്ത് യൂസർ ഓതൻറ്റിക്കേഷൻ. അപ്പോൾ ഇനീഷ്യൽ നമ്മളൊരു ഡെവലപ്മെൻറ്റ് ഫ്ലോയിൽ നമ്മളിന്ന് കാണിക്കുന്ന ഡെവലപ്മെൻറ്റ് ഫ്ലോയിൽ യൂസറിൻ്റെ ഓതൻറ്റിക്കേഷൻ നമ്മൾ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യില്ല. JWTയുടെ നമ്മൾ പാക്കേജ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഫോൾഡർ സ്ട്രക്ചർ സെറ്റ് ചെയ്ത് വയ്ക്കും. പക്ഷേ നമ്മൾ ഡയറക്റ്റ്ലി JWT ടോക്കൺ ഓതൻറ്റിക്കേഷൻ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മളതൊരു അടുത്തൊരു വീഡിയോയിലോട്ട് നമ്മളത് ചിലപ്പോൾ പുഷ് ചെയ്യും. വേറൊന്നുമല്ല, അത് നമുക്ക് ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോൾഡർ ഡയറക്ടറിയിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യും. അതുപോലെ ആപ്ലിക്കേഷൻ്റെ ബേസ് കോഡുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഓപ്പൺ API സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള റൂട്ട്സും കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്യും. അതാണ് നമ്മുടെ ഒരു ബേസിക് ഉദ്ദേശം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മോസ്റ്റ്ലി CRUD ഓപ്പറേഷൻസ് ആയിരിക്കും ടു ഡൂസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ എഴുതുന്നതാണ്, സർവീസിനും കൺട്രോളേഴ്സിനും വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ എഴുതുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് സ്ട്രക്ചർ ഇവിടെ നമുക്കൊരു SRC എന്ന് പറഞ്ഞിട്ടുള്ള സോഴ്സ് ഡയറക്ടറി ഉണ്ടായിരിക്കും. അതുപോലെ കൺട്രോളേഴ്സ് ഇതിനായിരിക്കും നമ്മൾ ഇൻകമിംഗ് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളെല്ലാ കൺട്രോളേഴ്സിനെയും ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ റൗട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ആയിരിക്കും. ഇവിടെ ആയിരിക്കും നമ്മൾ API എൻ പോയിൻറ്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് API നമ്മുടെ ആപ്ലിക്കേഷനിലോട്ടുള്ള ഇൻപുട്ട് ആയിട്ടുള്ള എൻ പോയിൻറ്റ്സ് എവിടേക്കാണ് എന്നുള്ളതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഫോൾഡറിലായിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്പൺ API സ്പെസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ ഒരു ഓപ്പൺ API സ്പെസിഫിക്കേഷൻ സാമ്പിൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പൺ API സ്പെസിഫിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ആ ഓപ്പൺ API സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മളിതിൻ്റെ റൂട്ട്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ സർവീസസ്, ഇവിടെ നമ്മളൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് സ്ട്രക്ചറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സർവീസസിലായിരിക്കും നമ്മുടെ കോർ ബിസിനസ് ലോജിക്കുകളെല്ലാം നമ്മൾ എഴുതുന്നത്. ഡാറ്റാബേസ് ഇൻട്രാക്ഷൻസ് എല്ലാ കാര്യങ്ങളെല്ലാം സർവീസസിലായിരിക്കും നമ്മൾ എഴുതുന്നത്.
മിഡിൽ വെയറിലായിരിക്കും നമ്മുടെ ഓതൻറ്റിക്കേഷൻ മിഡിൽ വെയർ ഉണ്ടാകുന്നത്. മിഡിൽ വെയർ നിങ്ങൾക്ക് അറിയുന്ന പോലെ എന്താണ്, ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഓബ്ജക്റ്റിനോട്ട് ആക്സസ് ഉള്ള ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മിഡിൽ വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മിഡിൽ വെയർസിൽ നമ്മൾ ഓതൻറ്റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു ഓതൻറ്റിക്കേഷൻ മിഡിൽ വെയർ വെച്ചിട്ടായിരിക്കും. ഇത് എക്സ്പ്രസ് ആയതുകൊണ്ടാണ് നമ്മൾ മിഡിൽ വെയർസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതർ ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് വർക്ക് ചെയ്യുന്നത് Nest.js-ലാണ്. അപ്പോൾ Nest.js-ൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ 3D അവരുടേതായിട്ടുള്ളൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു റൂട്ടിംഗ് മെക്കാനിസം, ഹാൻഡ്ലിംഗ് മെക്കാനിസം ഉണ്ട് അവർക്ക്. അപ്പോൾ അതിൽ നമ്മൾ ഇൻ്റർസെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത്. വിച്ച് ഈസ് സംവാട്ട് ലൈക്ക് എ മിഡിൽ വെയർ ബട്ട് ബിൽറ്റ് ഫോർ എ ഡിഫറെൻറ്റ് പർപ്പസ് എന്നുള്ള ലെവലാണ്. ഓക്കെ, ദെൻ മോഡൽസാണ് നമ്മുടെ ഡാറ്റാ സ്ട്രക്ചർ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഡാറ്റാ സ്ട്രക്ചർ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡലിൻ്റെ ഡെഫിനിഷൻസ്, അതായത് നമ്മുടെ ടേബിളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ആ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നതാണ് ഈ മോഡൽസിൽ. അപ്പോൾ ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീക്വലൈസ് ഉപയോഗിച്ചിട്ടാണ് മൈഗ്രേഷൻസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇനീഷ്യൽ നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈഗ്രേഷൻസും മോഡൽസിൻ്റെ ഇത് നമ്മൾ ഡയറക്റ്റ്ലി ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും നമ്മൾ ബേസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആക്ച്വൽ മോഡൽസിൻ്റെയും സീക്വലൈസ് മൈഗ്രേഷൻ്റെയും പാർട്ടിലോട്ട് നമ്മൾ തിരിയുന്നത്. പിന്നെ ടെസ്റ്റിലാണ് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വയ്ക്കുന്നത്. ഇതിലൂടെ എനിക്ക് നമുക്ക് പല ടൈപ്പിൽ ടെസ്റ്റുകൾ ആഡ് ചെയ്യാം. ഒന്ന്, ഇപ്പോൾ നോർമലായിട്ട് ചില പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ ടെസ്റ്റ് ഫയലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, യൂണിറ്റ് ടെസ്റ്റുകൾ. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഡിപ്പെൻഡൻ്റ് അല്ല. ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻ്റഗ്രേഷൻ ടെസ്റ്റ് പോലെയൊക്കെ നമ്മൾ എഴുതുമ്പോൾ എല്ലാ പീസസും ഗെറ്റിംഗ് ടുഗദർ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചില പീസുകൾ തന്നെ നമ്മൾ മോക്ക് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്തുമ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് നമ്മളതിനെ മോക്കിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഫയൽസ്, നമുക്ക് പിന്നെ മെയിനായിട്ടുള്ള ഫയൽസാണ് നമ്മുടെ ഇപ്പോൾ ഇതുവരെ കണ്ടതല്ല നമ്മുടെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ഫയൽസ്, അതായത് നമ്മുടെ കോർ ബിസിനസ് ഡൊമൈനിൽ റിലേറ്റഡ് ഫയൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ എക്സ്പ്രസിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ സെർവർ ജേസും ആണ്. അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സെർവർ ജേസിൻ്റെ ഇതുമാണ് നമ്മൾ ഈ രണ്ട് ഫയൽസിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇൻ്റഗ്രേഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ app.jsനെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നിർത്തുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. മോക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും ഇതിലെല്ലാം ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. പക്ഷേ റാദർ നമ്മൾ app.jsൽ തന്നെ പോർട്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ട് വരും, നമുക്ക് കസ്റ്റമായിട്ട് മോക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ആൻഡ് സെറ്റിംഗ് അപ്പ് ദ പ്രോജക്റ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഈ കമാൻഡ്സ് എല്ലാം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ആക്ച്വലി ഒരു മേക്ക് ഡയറക്ടറി, ഒരു ടു ആപ്പ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം, അതിലോട്ട് CD ചെയ്യാം. ദെൻ നമ്മളൊരു npm init -y കൊടുക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ഡിഫാൾട്ടായിട്ടുള്ള ഒരു npm JSON ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമ്മൾ ആവശ്യമായിട്ടുള്ള ഡിപ്പെൻഡൻസീസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇൻസ്റ്റാൾ എക്സ്പ്രസ്, bcrypt.js, JSON Web Token, ജസ്റ്റ് ആൻഡ് സൂപ്പർ ടെസ്റ്റ്, സേവ്. പിന്നെ നമ്മൾ നോഡ് മോണാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നതാണ്. നോട്ട് മോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സെർവർ റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ് നോട്ട് മോഡ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ bcrypt.jsൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഓക്കെ, ഈ bcrypt.jsൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ ഡിഫാൾട്ടുള്ള Node.jsൻ്റെ ക്രിപ്റ്റോ ലൈബ്രറി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ bcrypt.jsൻ്റെ ഡിപ്പെൻഡൻസി നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ദെൻ ബേസിക് സെർവർ സെറ്റപ്പ് വരുന്നത് server.js, app.js. ഞാൻ നേരത്തെ പറഞ്ഞ സർസിയിലെ server.jsഉം app.jsഉം പറഞ്ഞ രണ്ട് ഫയലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ റൈറ്റ്സ് lab.jsൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ടു ഡു റൗട്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ യൂസർ റൗട്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു എക്സ്പ്രസ് ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് മിഡിൽ വെയർസ് നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഇപ്പോൾ express.json എന്ന് പറഞ്ഞിട്ടുള്ള ഒരു JSON ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മിഡിൽ വെയർ ആണ്. അതുപോലെ തന്നെ app.use API/todos എന്നുള്ള എൻഡ് പോയിന്റിലോട്ട് റിക്വസ്റ്റ് വരുന്നതല്ല നമ്മൾ ടു ഡു റൂട്ടിലോട്ട് നമുക്ക് കയറ്റി വിടും. അതുപോലെ app.use API യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ യൂസർ റൂട്ടിലോട്ട് കയറ്റി വിടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എക്സ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്ത ആപ്ലിക്കേഷൻ നമ്മളവിടെ ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് നമ്മളൊരു പോർട്ട് എൻവിറോൺമെൻറ്റ് എന്നൊരു 3000 അല്ലെങ്കിൽ ഒരു പോർട്ട് റേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ 3000 നമ്മൾ സ്റ്റഫ് ചെയ്യും. ദെൻ നമ്മൾ ആ പോർട്ടിലോട്ട് ലിസൺ ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് സെറ്റപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്
ഇ എസ് എം മൊഡ്യൂൾസ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ട് സ്ട്രക്ചറിൽ നമ്മൾ ഇ എസ് എം മൊഡ്യൂൾസ് ആണ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇ എസ് എം മൊഡ്യൂൾസ് കോമൺ JS വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒന്ന് അതിൻ്റെ മൊഡ്യൂൾ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് app.mjs എന്നുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പാക്കേജ് JSON-ൽ അതിൻ്റെ മൊഡ്യൂളിൻ്റെ ടൈപ്പ് നിങ്ങൾ മൊഡ്യൂളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി JS എന്നുള്ള എക്സ്റ്റൻഷനിലും വർക്ക് ചെയ്യും. അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഇതിൽ ഇതിലൂടെയും കൺസൈസ് സിൻടാക്സ് ആണ്, ഇതിലൂടെയും പ്രോപ്പർ സിൻടാക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിലൊക്കെ നിങ്ങൾ വല്ലൊരു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണാൻ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ഒരു സിൻടാക്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ നെയിംഡ് എക്സ്പോർട്സ്, നെയിംഡ് ഇമ്പോർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യും എക്മാർക്സ് മൊഡ്യൂളിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ലെവൽ Node.js-ലെല്ലാം നമുക്ക് എന്താണ് ടോപ്പ് ലെവൽ അവൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. സോ ദാറ്റ് എന്താണ് നമുക്ക് അസിംഗ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തന്നെ നമുക്ക് അവൈറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മൊഡ്യൂൾ റെസൊല്യൂഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ അസിൻക്രോണസ് ആയിട്ടായിരിക്കും മൊഡ്യൂൾ റെസൊല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഡിഫൈനിങ് റൂട്ട്സ് ആൻഡ് കൺട്രോളേഴ്സ്. അപ്പോൾ നമുക്ക് റൂട്ട്സ് വേണം. നമുക്ക് ഇവിടെ പ്രോജക്റ്റിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ 2 റൂട്ട്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഒന്ന് ടു ഡു റൂട്ട്സും ഒന്ന് യൂസർ റൂട്ട്സും. ഓക്കെ, അപ്പോൾ നമുക്ക് ടു ഡൂസിനും യൂസേഴ്സിനും വേണ്ടിയിട്ടുള്ള റൂട്ട്സ് വേണം, അതിൻ്റെ കൺട്രോളേഴ്സും വേണം. അപ്പോൾ ടു ഡു റൂട്ട്സ് നമുക്ക് സിമ്പിളി പുട്ട് നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ എപ്പോഴും ടു ഡു റൂട്ട്സിലായിരിക്കും നമ്മൾ റൂട്ട്സിലായിരിക്കും നമ്മൾ റൂട്ട് ഡെഫിനിഷൻസ് ആഡ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ root./get id, get id, route.put, delete, അങ്ങനത്തെ എല്ലാ മെത്തേഡുകളും റൂട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡുകളെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, റൗട്ടറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓപ്പൺ API-യിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന എൻഡ് പോയിൻറ്റ്സ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ റൗട്ടറിലായിരിക്കും. ഓക്കെ, കൺട്രോളറിലായിരിക്കും നമ്മൾ അതിൻ്റെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ഇപ്പോൾ കൺട്രോളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കൺട്രോളിൽ ആക്ച്വലി കൈൻഡ് ഓഫ് മിഡിൽ വെയർ. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഗെറ്റ് ടു ഡു, ക്രിയേറ്റ് ടു ഡു, അപ്ഡേറ്റ് ടു ഡു, ഡിലീറ്റ് ടു ഡു, അങ്ങനത്തെ ഉള്ള ഫങ്ഷണാലിറ്റീസ് എല്ലാം നമ്മൾ നടത്തുന്നത് എവിടെയായിരിക്കും, കൺട്രോളേഴ്സിലായിരിക്കും. ഇവിടെ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ ആക്ച്വൽ മെക്കാനിസം, അതായത് ഇത് ഇംപ്ലിമെൻറ്റേഷൻ മെക്കാനിസം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് സർവീസസിൽ നിന്നാണ്. അപ്പോൾ സർവീസസ് ആയിരിക്കും നമ്മുടെ ലോ ലെവലായിട്ടുള്ള ഡാറ്റാബേസ് കണക്ഷൻസും ഡാറ്റാബേസിലോട്ടുള്ള ഇൻട്രാക്ഷൻസും മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് ടു ഡു സർവീസിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ ഒരു കൺട്രോളറും റൂട്ടും തമ്മിലുള്ളൊരു ബന്ധവും അവരുടെ തമ്മിലുള്ളൊരു സ്ട്രക്ചർ ഡെഫിനിഷനും. അപ്പോൾ നമുക്ക് യൂസർ കൺട്രോളേഴ്സും യൂസറിൻ്റെ റൂട്ട്സും കൺട്രോളറും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും സിമിലർലി ആണ്, നമ്മുടെ യൂസറിൻ്റെ കൺട്രോളർ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് രജിസ്റ്റർ, അതുപോലെ ലോഗിൻ എന്നിട്ടുള്ള മെത്തേഡുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൗട്ടറും നമ്മൾ ഇവിടെ യൂസർ റൂട്ട്സ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി സർവീസ് ലെയറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ലോജിക്കും എല്ലാം ഡാറ്റ ഓപ്പറേഷൻസും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ സർവീസ് ലെയറിലാണ്. അപ്പോൾ നമുക്ക് 2 സർവീസാണ് മെയിനായിട്ടുള്ളത്, ഒന്ന് ടു ഡു സർവീസും ഒന്ന് യൂസർ സർവീസും. ഓക്കെ, അപ്പോൾ ഈ ടു ഡു സർവീസിലാണെങ്കിൽ നമ്മൾ ഈ ഗെറ്റ് ടു ഡു സർവീസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതുപോലെ ക്രിയേറ്റ് ടു ഡു സർവീസ് അതിൻ്റെ ഇൻപുട്ട് ഡാറ്റാസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അവിടെയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ തൽക്കാലം നമ്മളൊരു ലോക്കൽ ഡാറ്റ സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്, ഒരു അറേ ഡാറ്റ സ്ട്രക്ചർ ലോക്കലി. ഇനി യൂസർ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിക്രിപ്റ്റ്, അതുപോലെ JWTയുടെ രജിസ്റ്റർ സർവീസും യൂസറിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്, യൂസറിൻ്റെ വാലിഡേഷൻസ്, ലോഗിൻ സർവീസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ യൂസർ സർവീസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഒരു ഡാറ്റ സോഴ്സ് ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മളൊരു ലോക്കൽ അറേ വെച്ചിട്ടായിരിക്കും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ bcrypt.js-ൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല, നമുക്ക് വരാം crypto.js നമുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഒതൻറ്റിക്കേഷൻ മിഡിൽ വെയറിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ JWT ആണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ റിക്വസ്റ്റ് ഹെഡേഴ്സിൽ ഓതറൈസേഷൻ ഹെഡറിൽ നമുക്ക് ഒരു JWT ടോക്കണാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ JWT ടോക്കണെ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ കസ്റ്റം സീക്രട്ട് വെച്ചിട്ട്. ഇത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മളതിന് ഓതറൈസേഷൻ എറർ നമ്മൾ തിരിച്ച് സെൻഡ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ request.user എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസറിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഹെഡറിൽ പോകുന്ന യൂസറിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ JSON ഈ ടോക്കൺ എന്ന് നമ്മൾ ഈ യൂസറിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് നമ്മളത് നമ്മുടെ ഒരു റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് മിഡിൽ വെയർസിനെ വിളിക്കും.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു പ്രോസസ്സ് നമുക്ക് ഇവിടെ വരുന്നത്, ഒതൻറ്റിക്കേഷൻ മിഡിൽവെയർ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി മോഡൽസ് നമ്മൾ തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മോഡൽസ് നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ വെക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ആദ്യം പ്രൊജക്റ്റ് ഫുൾ സ്ട്രക്ചർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടോട്ടൽ ഫ്ലോയും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മോഡൽ ഡെഫിനേഷനാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ID, ഫോർ എക്സാമ്പിൾ ടു ഡൂലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ID ഉണ്ടായിരിക്കും, യൂസർ ID ഉണ്ടായിരിക്കും, ടൈറ്റിൽ ഉണ്ടായിരിക്കും, അത് കംപ്ലീറ്റർ ആണോ അല്ലേ എന്നുള്ളൊരു സ്റ്റാറ്റസ് ഫീൽഡും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ടു ഡു മോഡലിൽ വരുന്നത്. യൂസർ മോഡലാണെങ്കിൽ നമുക്കൊരു ID ഉണ്ടായിരിക്കും, യൂസർ നെയിം ഉണ്ടായിരിക്കും, പാസ്വേഡ് ഉണ്ടായിരിക്കും. ഇത് വെച്ചിട്ടായിരിക്കും യൂസർ സൈൻ അപ്പ് ചെയ്യുന്നതും സൈൻ ഇൻ ചെയ്യുന്നതും JWT ടോക്കൺ മിൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണ ഫംഗ്ഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ടും സിമിലറാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അതൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻ അഡീഷൻ ഒരു സിൻടാക്റ്റിക് ഷുഗർ ആണ് ടോപ്പ് ഓഫ് ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റിൻ്റെ മേലെ. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇത് ആക്ച്വലി ഈ വരുന്ന ജാവ ഡെവലപ്പേഴ്സിനെയും .NET ഡെവലപ്പേഴ്സിനൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത്. നിങ്ങൾക്ക് ഫംഗ്ഷൻ ലെവൽ ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അത് കംപ്ലീറ്റ്ലി നോർമൽ. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റിൽ നമുക്ക് ടാഗ് ചെയ്യാം, കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളെല്ലാം അത് അഡ്രസ്സ് ചെയ്യുന്നതാണ്, പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തത് പ്രൊജക്റ്റ് സ്ട്രക്ചറിലോട്ടും കാര്യങ്ങളിലോട്ടും നീങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് സ്ട്രക്ചറിലോട്ട് നമ്മൾ കിടക്കുകയാണ്, നമ്മൾ കോഡിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫോൾഡറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്ലിക്ക് ചെയ്യുക, ടു ഡു, ഞാനതിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ബേസിക് പ്രൊജക്റ്റ് നമ്മൾ ഇനീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ നെസസറി ആയിട്ടുള്ള പാക്കേജെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ടെസ്റ്റ് നമ്മൾ ജസ്റ്റ് മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ തൽക്കാലം ടെസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നില്ല. ടെസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളതിൽ അതിൻ്റെ ജസ്റ്റിൻ്റെ കോൺഫിഗറേഷനും സൂപ്പർ ടെസ്റ്റ് ഉപയോഗിച്ച് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങും പോസ്റ്റ് വൺ ഉപയോഗിച്ചുള്ള ടെസ്റ്റിംഗ് എല്ലാം നമ്മളതിൽ നോക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്സ്പ്രസ് അതുപോലെ JSON വെബ് ടോക്കണിലോട്ട് ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു pcrypt.js നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല തൽക്കാലം. നമ്മളതിന് പകരം crypt.js തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സേവ് കൊടുക്കാൻ കാരണം എനിക്കിത് ഡിപ്പെൻഡൻസീസ്, ഇതിൻ്റെ ഡയറക്റ്റ് ഡിപ്പെൻഡൻസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സേവ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യുന്നവർ. പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം ചെയ്ത് എനിക്ക് ശരിക്കും പറയാൻ വെച്ചാൽ ജസ്റ്റ് എനിക്ക് ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ഡിപ്പെൻഡൻസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡൻസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ അത് മോഡിഫൈ ചെയ്യുന്നില്ല, അവിടെ കിടക്കട്ടെ. നമുക്കത് ആ ഒരു ടൈമിലാകുമ്പോൾ നമുക്കത് മാറ്റാം. ഓക്കെ, അപ്പോൾ npm ഇൻസ്റ്റാൾ നോഡ്മോൺ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. നോഡ്മോൺ -c. ഞാനിത് ഗ്ലോബലായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. എനിക്കത് ഗ്ലോബലി ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനത് ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ നോഡ് വേർഷൻ നോക്കുകയാണ്. അപ്പോൾ NVM വേർഷൻ 0.39 ആണ്. NVM LS കൊടുത്തതിന് ശേഷം നമ്മുടെ കറണ്ട് ഡിഫോൾട്ട് 20.12.1 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നോഡ് JSൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ LTS എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് LTS ഏതാണ്, നോഡ് വേർഷൻ 20.15.0 ആണ്. അപ്പോൾ നമുക്കത് NVM LS റിമോട്ട് അടിക്കുക. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് LTS നമുക്ക് ഈ വെർഷനാണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നത് നമ്മളതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. NVM ഓക്കെ, നമ്മൾ നോഡ് വെർഷൻ നോക്കി കഴിഞ്ഞ് വെച്ചാൽ
നമുക്കറിയാം 20.50.0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് NVM നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഉപയോഗിക്കേണ്ടിയിരിക്കുന്ന ഒരു ടൂളാണ് NVM, നോഡ് വെർഷൻ മാനേജർ. അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും ഉപയോഗിക്കണം. നിങ്ങൾക്ക് അഥവാ ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മുന്നേ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ കാണാം. ഭയങ്കരമായിട്ട് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് NVM. കാരണം അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ നോഡ് JS വേർഷൻസ് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അപ്പോൾ പാക്കേജ് ഡോട്ട് JSON. ഓക്കെ അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ നെസ്റ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് തൽക്കാലം നെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല, നമുക്ക് ഡെവലപ്പറിന് ഡിപ്പെൻഡൻസി ആയിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് പിന്നെ നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇതിൻ്റെ എഡിറ്ററിൻ്റെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കോഡ് സ്ട്രക്ചറിലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് SRCയിലാണ് നമ്മുടെ എല്ലാ ഒരു പ്രൊജക്റ്റ് സോഴ്സ് കോഡ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല, ഇല്ല. ഓക്കെ, SRC MKDA നമുക്ക് കൺട്രോളേഴ്സിൻ്റെ ആവശ്യമുണ്ട്. കൺട്രോളേഴ്സിൻ്റെ ഒരു ഡയറക്ടറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണാലിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഫോൾഡർ സെഗ്രിഗേഷൻ നമ്മൾ ചെയ്യുന്നത്. കൺട്രോളേഴ്സ് എല്ലാം കൺട്രോളേഴ്സ് എന്നുള്ള ഫോൾഡറിലായിരിക്കും, റൂട്ട്സ് എല്ലാം റൂട്ട്സ് എന്നുള്ള ഫോൾഡറിലായിരിക്കും. അങ്ങനെ റൂട്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് MKDA റൂട്ട്സ്, ദെൻ സർവീസസ്, മിഡിൽവെയർസ്, then models, then tests. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഫോൾഡേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൺട്രോളേഴ്സ്, മിഡിൽ വെയർസ്, മോഡൽസ്, റൂട്ട്സ്, സർവീസ്, ടെസ്റ്റ്. ഓക്കെ, ദെൻ നമ്മൾ ഇത് റൂട്ട് ഫോൾഡറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് mktouch app.js server.js. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൾഡർ സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഓക്കെ, ആസ് ലോങ് ആസ് നിങ്ങൾ അതിൻ്റെ ഒരു നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ സ്ട്രക്ചർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ടൂളുകൾ ജനറേറ്റേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ജനറേറ്റേഴ്സിൻ്റെ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. ആൾസോ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. നിങ്ങൾക്ക് പല ഫോർമാറ്റുകൾ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ്പ്രസിൻ്റെ കേസിൽ എക്സ്പ്രസിൻ്റെ ഒരു ജനറേറ്റർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളുണ്ട്. എക്സ്പ്രസ് ജനറേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ജനറേറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മിക്സ് ആൻഡ് മാച്ച് ആണ്. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രോജക്റ്റുകൾക്ക് ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ്. വേറെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സെർവർ എക്സ്പ്രസ് ജനറേറ്റേഴ്സ് ഞാൻ യൂസ് ചെയ്യും. അതിൻ്റെ ഡയറക്ടറി സ്ട്രക്ചേഴ്സ് ഞാൻ കുറേ ഫോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ ആപ്പ് ബിൻ, മൈ ആപ്പ് ബിൻ, www ഈ ഫോൾഡർ സ്ട്രക്ചേഴ്സ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വ്യൂ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്രസ് ജനറേറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. കാരണം എൻ്റെ സ്റ്റാറ്റിക് അസറ്റുകളെല്ലാം ഞാൻ Node.js സെർവ് ചെയ്യാറില്ല. അതൊരു നല്ലൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. കാരണം എൻ്റെ സ്റ്റാറ്റിക് അസറ്റുകൾ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ നിങ്ങൾക്ക് Nginx പോലുള്ള അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് സർവീസസുകളെ ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനത് അധികം ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഈ ഫോൾഡർ സ്ട്രക്ചർ നിങ്ങൾ ഈ ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം മേ ബി വാട്ട് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത് ബെസ്റ്റ് പ്രാക്ടീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ നീഡാണ് ആക്ച്വലി. ഓക്കെ, സോ നിങ്ങളൊരു കുഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും ലെവലുള്ള വലിയ ഫോൾഡർ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് ഫാസ്റ്റാണ് ആവശ്യം. അപ്പോൾ നിങ്ങളത് സിമ്പിളായിട്ടുള്ളൊരു ഫോൾഡർ സ്ട്രക്ചർ ചൂസ് ചെയ്യുക, സിമ്പിളായിട്ട് ഗെറ്റ് ഗോയിങ് ചെയ്യുക. ആസ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ഇത് ഇത്തിരി ബെറ്ററായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇത് വെച്ച് ഈ ഫോൾഡർ സ്ട്രക്ചറിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഉപകാരമുണ്ടെന്നുള്ള നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റിങ്ങിനെ എന്തെങ്കിലുമൊക്കെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൾഡർ സ്ട്രക്ചർ
അങ്ങനത്തെ കേസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഫോട്ടോ സ്ട്രക്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അല്ലാത്ത കേസിൽ നിങ്ങളിപ്പോൾ ഫോട്ടോ സ്ട്രക്ചറിനെ കുറിച്ച് ഇനീഷ്യലി ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണത്. പിന്നെ നിങ്ങൾക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു ഫ്രെയിം വർക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ആ ഫ്രെയിം വർക്കിൻ്റെ മോഡലിൽ നിങ്ങൾക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും കൂടുതൽ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനീഷ്യലി നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ഇത് ലേൺ ചെയ്യാനായിരിക്കണം. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഫോട്ടോ സ്ട്രക്ചർ നിങ്ങളെപ്പോഴും കീപ്പ് ചെയ്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സെനാരിയോസ് വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ സ്ട്രക്ചർ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാമെന്ന് നിർബന്ധമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാ ഫോട്ടോ സ്ട്രക്ചറും വർക്കൗട്ട് ചെയ്യും, പക്ഷേ ചില യൂസ് കേസിന് അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടെസ്റ്റിങ്ങിന് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആപ്പിനെയും സെർവറിനെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ലേൺ ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ സ്ട്രക്ചർ നിങ്ങൾ ക്രോസ് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ അതിനെക്കുറിച്ചൊരു കൂടുതൽ ധാരണ എത്താൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അക്രോസ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സ്റ്റാൻഡേർഡാണ്. ഒരു കൺട്രോളേഴ്സ്, വെരിവേഴ്സ്, മോഡൽ റൂട്ട്സ്, ഇങ്ങനത്തെ ഒരു സെഗ്രിഗേഷൻ. പക്ഷേ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഈ ഒരു മോഡലായിരിക്കില്ല ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ express.js എക്സ്പ്രസ് ജനറേറ്റർ നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് കാണാൻ കിട്ടും, നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഫോൾഡർ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ സ്വാഗർ, നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓപ്പൺ APIയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വാഗറിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നമ്മൾ യൂസർ രജിസ്റ്റർ എൻഡ് പോയിൻ്റ് ഉണ്ട്, യൂസർ ലോഗിൻ എൻഡ് പോയിൻ്റ് ഉണ്ട്, ടു ഡൂസ് ലിസ്റ്റ് ചെയ്യുന്ന എൻഡ് പോയിൻ്റ് ഉണ്ട്, ടു ഡൂസിൻ്റെ ID, അതുപോലെ കമ്പോണൻസ്, ഇതിൽ ഉപയോഗിക്കുന്ന സ്കീമുകളുടെ നമുക്ക് കാര്യങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസേഴ്സ് രജിസ്റ്റർ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു എൻഡ് പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ യൂസേഴ്സ് രജിസ്റ്ററിൽ നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിവിടെ നമ്മൾ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഒന്നില്ലെങ്കിൽ 201 യൂസർ ക്രിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ 400 ആണ്, ഇൻവാലിഡ് ഇൻപുട്ട് ഓർ ബാഡ് റിക്വസ്റ്റ് ആണ് എനിക്ക് വരുന്നത്. ലോഗിനും അതേപോലെ എല്ലാം നമ്മൾ റെസ്പോൺസുകളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡിങ്ങിലോട്ട് നോക്കാം. അപ്പോൾ ഇവിടെ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഡെവലപ്പിംഗ് ടു ഡു നമ്മളിവിടെ കാണാൻ നമ്മുടെ ബേസിക് പ്രോജക്റ്റ് ഡെഫിനേഷനെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവറിനെ കോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഞാനിവിടെ സർച്ച് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ക്ലോസ് ദാറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിതൊരു എക്വാസ്ക്രിപ്റ്റ് മൊഡ്യൂൾ പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ടൈപ്പ് മൊഡ്യൂൾ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ എക്സ്പ്രസ്സിന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൽ app.js. അപ്പോൾ നമ്മൾക്കിവിടെ നമ്മുടെ സ്ക്രീനിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ app.js നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്. app.js നമ്മൾ എക്സ്പ്രസ്സിന് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ റൂട്ട്സും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ server.js നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളത് എക്മാസ്ക്രിപ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ഡെഫിനിഷൻ മൊഡ്യൂളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കീവേഡ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ എക്സ്റ്റൻഷൻ MJSലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ റൂട്ടൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്രസ്സിനെ ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യാണ്. എക്സ്പ്രസ് ഓഫ് ദെൻ ആപ്പ്. ഇതിന് ഞാൻ ഡിഫോൾട്ട് എക്സ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ ഒരു ജസ്റ്റ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി നമ്മുടെ സെർവർ അപ്പ് ആൻഡ് റണ്ണിങ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു സിമ്പിൾ ഒരു ഹെൽത്ത് ചെക്ക് മൊഡ്യൂൾ ഞാനിവിടെ ഒരു ഹെൽത്ത് ചെക്കിൻ്റെ ഒരു ഹാൻഡിലർ ഞാനിവിടെ രജിസ്റ്റർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഹെൽത്ത് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞു. ഷുഡ് ബി റിക്വസ്റ്റ് റെസ്പോൺസ്. ഓക്കെ, റെസ്പോൺസ് ഡോട്ട് സെൻഡ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്ട്രിങ് തന്നെ സെൻഡ് ചെയ്യാണ്. ഓക്കെ,
ഐഡിയലി നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ചെക്ക് ഇൻ പോയിന്റിലാണ് നിങ്ങൾ നിങ്ങളുടെ എക്സ്റ്റേണൽ സർവീസസ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിട്ടിക്കലായിട്ടുള്ള റിസോഴ്സ് എല്ലാ കണക്ഷൻസ് എല്ലാം അവൈലബിൾ ആണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റെഡീസ്, ഡാറ്റാബേസ് കണക്ഷൻസ് എക്സെട്ര, അതെല്ലാം നിങ്ങൾ നോക്കുന്നത് ഇവിടെയാണ്. ഹാൻഡിൽ DB കണക്ഷൻ, നോട്ട് ഹാൻഡിൽ, ചെക്ക് DB കണക്ഷൻ. ഓക്കെ, തൽക്കാലം ഞാൻ ഇവിടെ ഒരു എൻ പോയിൻ്റ് ഹെൽത്തിലോട്ട് ഹിറ്റ് വരുമ്പോൾ ഓക്കെ സെൻഡ് ചെയ്യുകയാണ്. ഞാനിവിടെ എൻ്റെ server.js ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ app.jsലോട്ട് വന്ന് app.js ഇമ്പോർട്ട് ചെയ്യാൻ പറയുകയാണ് ഞാൻ. ദെൻ process.env പോർട്ട് 3000 ലിസൺ ചെയ്യാൻ പറയുന്നുണ്ട് പോർട്ടൽ. നമുക്ക് നമ്മുടെ ഇതിലോട്ട് പോവാം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റണ്ണിങ് ആണ്. അപ്പോൾ ഞാൻ നോഡ്മോൺ വെച്ച് നോഡ്മോൺ src/server.js. Okay, express is not defined. Okay, that is interesting. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്രസ് ഇവിടെ കാണാം. ഓക്കെ, നമ്മുടെ പോഡ് അപ്പ് ആൻഡ് റണ്ണിങ് ആയിട്ടുണ്ട്. ദിസ് ഈസ് ഗുഡ്. അപ്പോൾ നമുക്ക് ഒരു ഷെൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഗെറ്റ്, കാരണം നമ്മൾ എന്താണ് ഗെറ്റ് റിക്വസ്റ്റ് നമ്മൾ റൂട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഞാനപ്പോൾ ഹെൽത്തിലോട്ട് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഓക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ സെർവർ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി നമുക്ക് പോകേണ്ടത് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കൺട്രോളറിൻ്റെയും റൂട്ട്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ചെയ്യാൻ പോകുന്നത് നമ്മൾ ടു ഡു കൺട്രോളറിനെയാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ടു ഡു controller.js. ഈ ടു ഡു കൺട്രോളറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ലൈഡ് ഒന്ന് കാണാം. ഇവിടെ നമ്മൾ പറയുന്നത് ടു ഡു കൺട്രോളറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ബിസിനസ് ലോജിക് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഹാൻഡ്ലിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ടു ഡു കൺട്രോളറിലാണ്. അതിൻ്റെ പാത്ത് ഡെഫിനേഷൻ, അതിൻ്റെ പാത്ത് ഡെഫിനേഷനും അതിൻ്റെ URL എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എവിടെയാണ്, അതിൻ്റെ റൂട്ടിലാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് റൂട്ടിലാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫയലുണ്ട്, ടു ഡു റൂട്ട്സും ടു ഡു കൺട്രോളറും. അപ്പോൾ ടു ഡു കൺട്രോളറിലാണ് നമ്മൾ അതിൻ്റെ ആക്ച്വൽ റിക്വസ്റ്റ് ഹാൻഡ്ലിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ ലോ ലെവൽ ഇൻട്രാക്ഷൻ, അതായത് ഡേറ്റാബേസ് ഇൻട്രാക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത് ടു ഡുവിൻ്റെ സർവീസിലാണ്, service.js. അത് വേറൊരു ഫയലാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഈ കമ്പോണൻറ്റുകളെല്ലാം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഒരു മോഡലൈസ്ഡ് സ്ട്രക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൂട്ട് ലെവലാണ്. നിങ്ങൾ നോക്കുകയാണ്, റൂട്ട് നിങ്ങൾ /ID എന്ന് പറഞ്ഞിട്ട് എൻ പോയിന്റിലോട്ട് നിങ്ങൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു ഗെറ്റ് റിക്വസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്നും ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഇഷ്യൂ കിടക്കുന്നത് റൂട്ടിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റൂട്ട് ഫൈൻഡ് കണ്ടിട്ടില്ല എന്നുള്ളൊരു എറർ നോട്ട് ഫൗണ്ടൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം റൂട്ട്സിലാണ് ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത്. അപ്പോൾ റൂട്ട്സിനോട് മാത്രം നിങ്ങൾ ഡിപെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് കൺട്രോളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കൺട്രോളറിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഡിബഗ് ചെയ്താൽ മതി. അപ്പോൾ DB ലെവലിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവ് ഫീൽഡുകളാണ് മറ്റു കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് സർവീസിലോട്ട് നിങ്ങൾക്ക് അതിനെ ഒരു ഡിബഗിങ് നിങ്ങൾക്ക് മാറാം. അപ്പോൾ അത്രയും എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയായിട്ട് ഇത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഞാനിവിടെ ഒരു കൺട്രോളർ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ബേസിക്കായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ഗെറ്റ് ടു ഡൂസ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് കൺട്രോളേഴ്സ് എഴുതുമ്പോൾ നമ്മൾ ആക്ച്വലി ഇത്തിരികൂടിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇത്തിരികൂടി ഒരു എക്സ്പ്രസ് മിഡിൽ വേഴ്സ് ആണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് നെയിമിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്നുള്ള അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ നമുക്ക് ടു ഡൂസാണ് നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടു ഡൂസിൽ നമുക്കൊരു ഗെറ്റ് റിക്വസ്റ്റ് വേണം, ടു ഡൂസിനെ ഗെറ്റ് ചെയ്യാൻ വേണം, എല്ലാ ടു ഡൂസിനെ നമുക്ക് ഗെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടു ഡൂവിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് വേണം. അതുപോലെ ടു ഡൂവിനെ ID വെച്ചിട്ട് ഗെറ്റ് ചെയ്യണം, ID വെച്ചിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യണം, അതിനെ ID വെച്ചിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കിവിടെ പാച്ചോ പുട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാച്ച് ഒരു പർട്ടിക്കുലർ റിസോഴ്സിൻ്റെ ഒരു പോർഷൻ മാത്രമേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. പുട്ടൻ്റെ റിസോഴ്സിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കോൺസ്റ്റ് ഗെറ്റ് ടു ഡൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുകയാണ്. ഇറ്റ് ഷുഡ് ഹാവ് റിക്വസ്റ്റ് റെസ്പോൺസ്
and it should return all the to dos. Okay, I will returning ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു അറേ മാത്രമാണ് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റ് ഗെറ്റ് ക്രിയേറ്റ് ടു ഡു. ഇതെന്ത് ചെയ്യുന്നു, നമ്മളൊരു ടു ഡുവിനെ നമ്മൾ റിട്ടേൺ ചെയ്യും. കോൺസ്റ്റ് ഗെറ്റ് ടു ഡു ബൈ ഐ. ഇവിടെ എന്ത് ചെയ്യും, നമ്മളിതിനൊരു റിക്വസ്റ്റ് റെസ്പോൺസ് ഒരു ഇൻഡിവിജ്വൽ ടു ഡു ആയിരിക്കും നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ സിമിലർ ടു ദാറ്റ് നമ്മളൊരു ഇൻഡിവിജ്വൽ ടു ഡു നമ്മൾ റിട്ടേൺ ചെയ്തു. കോൺസ്റ്റ് അപ്ഡേറ്റ് by update to do by id response return നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഐ ഡി. കോൺസ്റ്റ് ഡിലീറ്റ് ബൈ ഐ ഡി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഒന്ന് റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു എംപ്റ്റി ഒബ്ജക്റ്റ് ഞാൻ റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് അപ്ഡേറ്റ് മെത്തേഡാണ് നമ്മൾ കോൾ ചെയ്ത് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒരു അപ്ഡേറ്റ് ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലാഗ് ഇവിടെ വയ്ക്കുകയാണ്. ചുമ്മാ ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഗെറ്റ് ടു ഡു തൽക്കാലം നമുക്ക് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാം. To do by id create to do get down get to do delete to do. ഓക്കെ, അപ്പോൾ ഇത്രയും മെത്തേഡ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. നമ്മളിതിനെ ഓരോന്നിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സ്പോർട്ട് ഗെറ്റ് ടു ഡൂസ് ക്രിയേറ്റ് ടു ഡു ഗെറ്റ് ടു ഡു ബൈ ഐ ഡി അപ്ഡേറ്റ് ടു ഡു ബൈ ഐ ഡി ഡിലീറ്റ് ബൈ ടു ഡു ബൈ ഐ ഡി. നമ്മളിത് എത്രയും കൺട്രോളറിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ കൺട്രോളേഴ്സ് എല്ലാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നോക്കാം. നമുക്ക് അടുത്തൊരു ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടു ഡു നമ്മൾ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് റൂട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് റൂട്ട് ഡെഫിനേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റൂട്ടിൽ നമ്മൾ ടു ഡു റൂട്ട്സ് ജേസ്. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് ഇമ്പോർട്ട് എക്സ്പ്രസ് ഫ്രം എക്സ്പ്രസ്. നമ്മളൊരു റൂട്ടർ ക്രിയേറ്റ് ചെയ്യാണ്. കോൺസ്റ്റ് ടു ഡു റൗട്ടർ ഈക്വൽ ടു എക്സ്പ്രസ് ഡോട്ട് റൗട്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു റൂട്ടിംഗ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് റൂട്ട് ഏതൊക്കെ വേണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓപ്പൺ ഐ പി എസ് സ്പെക്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് റൂട്ട് നമുക്ക് വേണ്ടത് എന്താണ്, ടു ഡൂസ് തന്നെ ഗെറ്റും പോസ്റ്റും നമുക്ക് വേണം. ടു ഡൂസ് ബൈ ഐ ഡി വിത്ത് ഐ ഡിയിൽ നമ്മൾ ഗെറ്റും ഡിലീറ്റും പുട്ടും വേണം. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള എഫക്റ്റീവ് URL എന്ന് പറയുന്നത് API/todos/whatever അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ APIയും ടു ഡൂസിൻ്റെയൊക്കെ റൂട്ട് URL നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയായിരിക്കും? അത് നമ്മൾ ആപ്പിലായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആപ്പിലായിരിക്കും നമ്മൾ ആ മിഡിൽ വെയർ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടു ഡു റൗട്ടർ ഡോട്ട് ഗെറ്റ് സ്ലാഷ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗെറ്റ് ടു ഡൂസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗെറ്റ് ടു ഡൂസ്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ,
to router dot post ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സ്ലാഷ് എന്നുള്ള എൻ പോയിന്റ്സിലോട്ട് ടു ഡൂസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ പോയിന്റ്സിലോട്ട് ഹിറ്റ് വരുമ്പോൾ ഗെറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ എല്ലാ ടു ഡൂസിനെ നമ്മൾ റിട്ടേൺ ചെയ്യും. പോസ്റ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ നമ്മളൊരു ടു ഡു ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. പുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ റിട്ടേൺ ചെയ്യും. പുട്ട് എപ്പോഴും ഒരു ഐ ഡി സ്പെസിഫിക് ആയിട്ടായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു പാത്ത് പാരാമീറ്ററിൽ ഒരു ഐ ഡി ഡൈനാമിക് ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. to do router dot get നമുക്ക് ഐ ഡി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഗെറ്റ് ടു ഡു ബൈ ഐ ഡി നമ്മൾ കൊടുക്കും. ഇപ്പോൾ നമുക്ക് എത്ര മെത്തേഡ്, 1 2 3 4 നമുക്ക് ഒരു മെത്തേഡും കൂടി ഉണ്ട്. പുട്ട് പാച്ചും കൂടി നമുക്ക് പോസ്റ്റ് പുട്ട് ഡിലീറ്റും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ റൂട്ട്സ് ക്ലിയർ ആയി. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്. എക്സ്പോർട്ട് പിന്നെ ഒരു ഡിഫോൾട്ട് എക്സ്പോർട്ട് ടു ഡു റൗട്ടറിനെ ഡിഫോൾട്ടായിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടു ഡു റൗട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ആപ്പിൽ നമ്മളതിനെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യാം. up.use അപ്പോൾ നമ്മുടെ URL ആണ് api/todos. അതിനനുസരിച്ച് നമ്മളെന്ത് പറയുന്നുണ്ട്, ടു ഡു റൗട്ടറിനെ യൂസ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്നത് ഒരു മിഡിൽ വെയറും കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഓതൻറ്റിക്കേഷൻ വേണ്ടി ഓത്ത് മിഡിൽ വെയർ കൂടി നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട്. അത് പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, നമ്മളത് പിന്നെ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ടു ഡു റൗട്ടർ കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെർവറിലോട്ട് ഇതാക്കി ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തു, നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഇനി നമുക്കതിൻ്റെ കൺസോളിലോട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്പ് ക്രാഷ് ആയിട്ടുണ്ട്. app.use requires a middleware function. ഓക്കെ, അപ്പോൾ നമ്മൾ മിഡിൽവെയർ ഫംഗ്ഷനല്ലേ കൊടുക്കുന്നത്, ടു ഡു റൗട്ടർ. ഓക്കെ, കോമയാണ് പ്രശ്നക്കാർ. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. ഇനി നമുക്കതിനെ പോസ്റ്റ്മാൻ വെച്ചിട്ട് നമുക്കതിനൊരു കുറച്ച് API കോൾസ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി നമ്മൾ മുന്നത്തെ ഓപ്പൺ API വീഡിയോസിൽ നമ്മളിത് എങ്ങനെയാണ് ഇത് ഇമ്പോർട്ട് ചെയ്തെന്ന് കണ്ടു. നമ്മൾ ഓപ്പൺ API ഇമ്പോർട്ട് ചെയ്ത് കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു കളക്ഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ഓപ്പൺ API ന്ന് പോസ്റ്റ്മാൻ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പോസ്റ്റ്മാൻ ഒരു എക്സലൻറ്റ് ടൂളാണ്. നിങ്ങളത് എന്തായാലും ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ API ടെസ്റ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് ഓട്ടോമേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എൻവിറോൺമെൻറ്റ്സ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണിങ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ബേസ് URL ഓൾറെഡി ലോക്കലോസ്റ്റ് 3000 വെച്ചിട്ടുണ്ട്, 3000/API വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വി ആർ ഓൾ ഗുഡ് ടു ഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഹിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇത് some issues. Okay.
ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റ്മാനിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ്മാൻ നമ്മൾ ഓൾറെഡി കണ്ടു. നമ്മൾ ഓപ്പൺ ഐ പിയുടെ വീഡിയോ ചെയ്തതിൽ നമ്മൾ കണ്ടു. ഓപ്പൺ ഐ പിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ആ ഓപ്പൺ ഐ പി നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ് പോസ്റ്റ്മാനിലോട്ട്. പോസ്റ്റ്മാനിലോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അതിൻ്റെ ആ ഡെഫിനിഷനെല്ലാം കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു കളക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ കളക്ഷൻ വെച്ചിട്ട് നമുക്ക് എ പി റിക്വസ്റ്റ് എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോസ്റ്റ്മാൻ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ്മാൻ എന്തായാലും ഉപയോഗിക്കണം. നമ്മൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഇതിൻ്റെ ഒരു അവയർനെസ് അറിയില്ല. അവയർനെസ് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ എന്താണെന്ന് അറിയാം, പക്ഷേ പോസ്റ്റ്മാൻ്റെ ക്യാപ്പബിലിറ്റീസ് കുറേ ആൾക്കാർ അറിയില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കസ്റ്റം സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, പ്രീ റിക്വസ്റ്റിന് മുന്നേ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റർ റെസ്പോൺസിന് ശേഷം നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണലി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. എൻവിറോൺമെൻറ്റ്സ് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹെൽപ്ഫുള്ളാണ് പോസ്റ്റ്മാൻ. നമുക്കൊരു ഇൻറ്റഗ്രേഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോക്ക് ഡാറ്റ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പാരാമീറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തൽക്കാലം നമുക്കിവിടെ നമ്മുടെ എൻഡ് പോയിൻറ്റ്സ് വർക്കിംഗ് ആണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഗെറ്റ് ടു ഡു ബൈ ഐ ഡി എന്നുള്ള എൻഡ് പോയിൻറ്റ് വിളിക്കുകയാണ്. അപ്പോൾ ടു ഡു ബൈ ഐ ഡി ഞാൻ വിളിക്കുമ്പോൾ ഓക്കെ, എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. ദിസ് ഇസ് സംതിങ് വിയേർഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കണക്ഷനും എല്ലാം സെറ്റാണ്, പക്ഷേ നമുക്ക് റെസ്പോൺസ് കറക്റ്റായിട്ട് വരുന്നില്ല ഇവിടുന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, ഞാൻ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ സെർവർ ലിസൺഡാണ്. ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ റൂട്ടർ കറക്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റൂട്ടർ പോസ്റ്റ് നമുക്ക് മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഗെറ്റ് ടു ഡു ബൈ ഐ ഡി ഓക്കെ, ഇയാളാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. ഞാൻ ജസ്റ്റ് ഫങ്ഷൻ എഴുതുന്ന രീതിയിൽ ഇതിനെ ഇട്ടുപോയി. ഓക്കെ, നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. ഇതിന് നമ്മൾ റെസ്പോൺസ് ഡോട്ട് സെൻഡ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് കുട്ടി മിസ്റ്റേക്കാണ്. ഞാനത് റിയൽ ടൈം നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനല്ല, ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് സിൻടാക്സുകൾ മറന്നു പോകും. ഞാനിത് സർവീസിലാണ് ശരിക്കും റിട്ടേൺ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പർ മെറ്റൽ വെയർ ആയതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ദെൻ അഗെയിൻ സെൻഡ് ചെയ്യാണ്. യെസ്, നമുക്ക് നമ്മുടെ ഗെറ്റ് ടു ഡു ബൈ ഐ ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ടു ഡു ബൈ ഐ ഡി കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് അപ്ഡേറ്റ് ടു ഡു കിട്ടുന്നുണ്ട്. ഡിലീറ്റ് ടു ഡു കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഡിലീറ്റ് ടു ഡു കിട്ടുന്നുണ്ട്. ഓക്കെ, ഡിലീറ്റ് ടു ഡൂസ് ബൈ ഐ ഡി കനോട്ട് ഡിലീറ്റ് എ പി ടു ഡൂസ് ഫോർവേഡ് ഫോർ നോട്ട് ഫൗണ്ട്. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിഫൈൻ ചെയ്ത റൂട്ട്സ് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ ജസ്റ്റ് റൂട്ടിലോട്ട് വരുന്നു, റൂട്ട്സ് എടുക്കുന്നു, നമ്മൾ ഡിലീറ്റ് എടുക്കുന്നു, ഡിലീറ്റ് ഓക്കെ, കോളൻ മാറിപ്പോയി. സേവ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ സെഗ്രിഗേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഇഷ്യൂ എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് മറ്റൊന്ന് മനസ്സിലായി, ഒരു 404 കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് എന്താണ് റൂട്ട് അങ്ങനെ റൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് റൂട്ടിൻ്റെ ഇഷ്യൂ എന്നറിയാം. നമ്മൾ റൂട്ട് ഫയലിൽ പോകുന്നു, റൂട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതുപോലെ ഗെറ്റ് ടു ഡൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓൾ ടു ഡൂസ് കിട്ടുന്നു. ക്രിയേറ്റ് ടു ഡു കിട്ടുമ്പോൾ ടു ഡൂസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 200 ഓക്കെ ടു ഡു നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടു ഡു കൺട്രോളറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ഇതിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സർവീസ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. സർവീസസിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പോൾ സർവീസ് ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളിവിടെ സർവീസ് ലെയറിലാണ് നമ്മുടെ എല്ലാ ബിസിനസ് ലോജിക്കും ഡാറ്റ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് വേണ്ട ഓപ്പറേഷൻസ് പറഞ്ഞാൽ നമുക്ക് ടു-ഡൂന് സർവീസ് വേണം. അതിന് തന്നെ സിംഗിളായിട്ട് ID വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ എടുക്കാൻ പറ്റണം, ക്രിയേറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മോഡൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം മോഡലിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ മെമ്മറി സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ ടു ഡു സർവീസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ടു ഡു സർവീസസ് അതിലോട്ട് വരുന്നു. സർവീസസ് ഞാനൊരു പുതിയൊരു എടുക്കുകയാണ്, ടു ഡു സർവീസ് .js. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത്, അപ്പോൾ നമ്മളിവിടെ കൺട്രോളർ എടുത്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഇതേപോലത്തെ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ടു ഡു സർവീസ് ഇവിടെ എനിക്ക് വേണ്ടത് കോൺസ് ഗെറ്റ് ടു ഡൂസ്. റിട്ടേൺ എന്ത് ചെയ്യണം, എനിക്കൊരു അറേ ഓഫ് ടു ഡൂസ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഞാനിവിടെ ഒരു ടു ഡൂസിൻ്റെ ഒരു അറേ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ടു ഡൂസ് ഈക്വൽ ടു അറേ. ഇതൊരു ഇൻ മെമ്മറി സ്റ്റേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗെറ്റ് ടു ഡൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ടു ഡൂസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസർ ഹാൻഡ്ലിങ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അതപ്പോൾ നമ്മൾ അടുത്ത അപ്കമിങ് സെഷനിൽ നമ്മൾ യൂസർ ഹാൻഡ്ലിങ് നമ്മൾ ചെയ്യും. ഞാനിവിടെ ചുമ്മാ ടു ഡു എഴുതി വയ്ക്കുകയാണ്, ടു ഡു യൂസർ ഹാൻഡ്ലിങ്. ടു ഡു നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഏകദേശം ഇംപ്ലിമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി എന്തെങ്കിലും പെൻഡിങ് വർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ നമ്മൾ ഒരു ടു ഡു നമ്മൾ ഡിഫൈൻ ചെയ്ത് ഗെറ്റ് ടു ഡൂസ്. അതുപോലെ നമുക്ക് കോൺസ്റ്റ് ഗെറ്റ് ടു ഡു ബൈ ID. നമ്മളിവിടെ ID വരുന്നുണ്ട്, ടു ഡു ID വരുന്നുണ്ട്. ഞാനിവിടെ യൂസർ ID കൂടി കൊടുക്കുക. നമുക്ക് എന്തായാലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് യൂസർ ID വേണം, അതുപോലത്തെ ഒരു ID വേണം. അപ്പോൾ നമ്മൾ റിട്ടേൺ അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് സിംഗിളർ ആയിട്ടുള്ള ഒരു ID നമ്മൾ റിട്ടേൺ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്, നമ്മുടെ ഇവിടെ ഇംപ്ലിമെൻറ്റേഷനിൽ നമുക്ക് ഇവിടെ കാണാം ഗെറ്റ് ടു ഡു സർവീസ് ടു ഡു ബൈ ID നമ്മൾ ഒരു സിംഗിൾ ID നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈ അറേനെ ട്രാവേഴ്സ് ചെയ്യാം. അറേനെ ട്രാവേഴ്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു എന്ത് ചെയ്യാം, ID നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, നമുക്കത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ നമുക്ക് പല മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. റിട്ടേൺ ടു ഡൂസ് ഡോട്ട് ഫൈൻഡ് വാല്യൂ predicate value ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഗെറ്റ് ടു ഡു ബൈ ID നമുക്ക് കിട്ടുന്നതാണ്. ദെൻ നമുക്ക് ഇവിടെ വേണ്ടത് അടുത്തത് നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഗെറ്റ് ടു ഡു ID പോലെ നമുക്ക് വേണ്ടത് അപ്ഡേറ്റ് ടു ഡു ബൈ ID. അപ്പോൾ യൂസർ ID അതുപോലെ അപ്ഡേറ്റ് ടു ഡുവിൻ്റെ ID, അതുപോലെ നമുക്ക് വേണ്ടത് കണ്ടൻ്റ് ആണ്, അപ്ഡേറ്റ് കണ്ടൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ടു ഡു എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഈ ടു ഡുവിൽ നമ്മൾ അതിൻ്റെ പാർഷ്യൽ മെത്തേഡുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ഐറ്റത്തിനെ ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ആ അപ്ഡേറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ടു ഡൂസിലോട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. അതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടു ഡൂവിനെ അപ്ഡേറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കോൺസ്റ്റ് ടു ഡു ഇൻഡെക്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇവിടെ വരുന്നത് നമ്മൾ ടു ഡൂസ് ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ് പോലെ ഐറ്റം ഡോട്ട് ഐ ഡി ഈക്വൽ ടു ഐ ഡി എന്നുള്ളത് നമ്മൾ പറയും. ഇവിടെ നമ്മൾ യൂസർ ഐ ഡിയും കൂടി നമുക്ക് ഈക്വൽ ടു ആക്കണം. നമ്മൾ ജസ്റ്റ് തൽക്കാലം ഈ ഐ ഡി മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ. യൂസർ ഐ ഡി നമ്മൾ യൂസർ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻഡെക്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇഫ് ഇത് ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, predicate ones for each element in ascending order. Okay, returns index of element. Okay, where predicate is true, was -1 otherwise. Okay, അപ്പോൾ നമ്മൾ find index equal to -1 നമ്മൾ ഒരു എറർ ത്രോ ചെയ്യാണ്. ത്രോ ന്യൂ എറർ to do with id is not found. else നമ്മൾ എന്ത് ചെയ്യുന്നു, to do's of to do index equal to നമ്മൾ എന്ത് ചെയ്യുന്നു, to do of to do index നമുക്ക് കിട്ടിയ ടു ഡു എന്ന് വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ദെൻ റിട്ടേൺ ടു ഡു ഓഫ് ടു ഡു ഇൻഡെക്സ്. അപ്പം ഇത്രയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു കോഡ് വരുന്നത്. ദെൻ നമുക്ക് ഡിലീറ്റ് ടു ഡു ബൈ ഐ ഡി വേണം. ടു ഡു ബൈ ഐ ഡി ഇവിടെ നമുക്ക് യൂസർ ഐ ഡി ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ഇൻഡെക്സ് ടു ഡു ഇൻഡെക്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു, ഇൻഡെക്സ് വളാണ് ത്രോ ചെയ്യുന്നു. എൽസ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ടു ഡൂസ് ഡോട്ട് സ്പ്ലൈസ് ടു ഡു ഇൻഡെക്സ് 1. അപ്പോൾ നമ്മൾ ടു ഡൂസ് സ്പ്ലൈസ് ചെയ്തിരുന്നു. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ട്രൂ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിലീറ്റ് ടു ഡൂവിൻ്റെ കോഡ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, ഗെറ്റ് ടു ഡൂസ് ചെയ്തു, ഗെറ്റ് ടു ഡു ബൈ ഐ ഡി ചെയ്തു, അപ്ഡേറ്റ് ടു ഡു ബൈ ഐ ഡി ചെയ്തു, ഡിലീറ്റ് ടു ഡു ബൈ ഐ ഡി 1 2 3 4. നമുക്ക് പിന്നീടുള്ള മെത്തേഡ് get to do, update to do, delete to do by id, update to do, get to do by id, create to do. Okay, നമ്മൾ കോൺസ്റ്റ് create to do എളുപ്പമാണ്. നമ്മൾ തൽക്കാലം യൂസർ ഐ ഡി ഉപയോഗിക്കുന്നു. യൂസർ ഐ ഡി അല്ല, ഒരു ടു ഡു ഒബ്ജക്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ടു ഡൂസ് ഡോട്ട് പുഷ് എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് വേണ്ടത് ഐ ഡി വേണം. ഐ ഡി നമ്മൾ എന്ത് ചെയ്യുന്നു, ടു ഡൂസ് ഡോട്ട് ലെങ്ത് +1 ദെൻ ടു ഡു ദെൻ യൂസർ ഐ ഡി. ഇത്രയും നമ്മളാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ടു ഡൂവിൽ നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്തു, യൂസർ ഐ ഡി സെറ്റ് ചെയ്തു, ആൻഡ് ടു ഡൂവിൻ്റെ ഇൻഫർമേഷൻ ഒബ്ജക്റ്റ് എല്ലാം നമ്മൾ അവിടെ ആഡ് ചെയ്തു. ഫൈൻഡ് ആയിട്ട് നമ്മൾ ടു ഡൂസ് ഫൈൻഡ് ഔട്ട് നമ്മൾ ചെയ്തു. ഇവിടെ അപ്ഡേറ്റ് ടു ഡു ബൈ ഐ ഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, ഡിലീറ്റ് ടു ഡു ബൈ ഐ ഡി നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കതെല്ലാം എക്സ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. എക്സ്പോർട്ട്
ഇത്രയും ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിത് ടു ഡു കൺട്രോളറിലാണ് നമ്മളിതെല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതിൻ്റെ ബ്രെവിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഫംഗ്ഷൻ നെയിമുകൾ കറക്റ്റിൽ സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ജനറിക് നെയിം വെച്ചിട്ടാണ് ഇതിനെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ടു ഡു സർവീസ് ഫ്രം ഡോട്ട് സ്ലാഷ് സർവീസസ് സ്ലാഷ് ടു ഡു സർവീസ് ഡോട്ട് ജെഎസ് ഇമ്പോർട്ട് ചെയ്യാണ്. ടു ഡു സർവീസിന് ഞാനിവിടെ ഗെറ്റ് ടു ഡൂസ് എന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ടു ഡു സർവീസ് ഡോട്ട് ഗെറ്റ് ടു ഡൂസ് ടു ഡൂസ് ടു ഡൂസ് ഞാൻ റിട്ടേൺ ചെയ്യാണ്. അപ്പം നമുക്ക് ഇനീഷ്യലി നമുക്ക് ടു ഡു റൂട്ട്സിൽ ഒന്നുമില്ല, ടു ഡൂസ് എം ടി ആണ്. അപ്പോൾ നമ്മൾ ഒരു കൺട്രോളും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ ക്രിയേറ്റ് ടു ഡൂ കൂടി ആഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ടു ഡു, ഇവിടെ നമുക്ക് കോൺസ്റ്റ് ടു ഡു ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് do. ക്രിയേറ്റഡ് യൂസർ ഐ ഡി ടു ഡു ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസർ ഐ ഡി ക്രിയേറ്റ് നമ്മൾ റാൻഡം യൂസർ ഐ ഡി ചുമ്മാ കൊടുക്കുകയാണ് 1. ദെൻ നമ്മൾ ഈ ടു ഡു ഒബ്ജക്റ്റ് നമ്മളങ്ങോട്ട് പാസ് ചെയ്യും. ഓക്കെ, ദെൻ കിട്ടിയ ടു ഡൂസിനെ നമ്മൾ റെസ്പോൺസിനെയാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്തത്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം, നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഗെറ്റ് ടു ഡു ബൈ ഐ ഡി നമ്മൾ ഫസ്റ്റ് ഗെറ്റ് ടു ഡൂസ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഗെറ്റ് ആൾ ടു ഡൂസ് നമ്മൾ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ എറർ കണക്ഷൻ റെഫ്യൂസ്. ഓക്കെ, നമ്മുടെ സെർവർ റണ്ണിങ് അല്ല, നോക്കി വെക്കാം. ടു ഡു സർവീസ് ദ റിക്വസ്റ്റ് മൊഡ്യൂൾ ഈസ് ഡസ് നോട്ട് പ്രൊവൈഡ് ആൻ എക്സ്പോർട്ട് നെയിംഡ് ഡിഫോൾട്ട്. ഓക്കെ, എക്സ്പോർട്ട് നമ്മൾ ഡിഫോൾട്ട് എക്സ്പോർട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. നോ പ്രോബ്ലം, നമ്മൾ ഒരു ഡിഫോൾട്ട് ഒബ്ജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹിറ്റ് ചെയ്യുന്നു, നമുക്ക് എം ടി ആർ കിട്ടി. ആസ് എക്സ്പെക്റ്റഡ് വി ഗോട്ട് എം ടി ആർ. ദിസ് ഈസ് ഗ്രേറ്റ്. ദെൻ നമുക്ക് അതിനെ ഒരു പുതിയ ടു ഡു നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എം ടി ഓക്കെ കിട്ടി, പക്ഷെ നമുക്ക് മനസ്സിലായില്ല നമുക്ക് എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ടൈറ്റിൽ ഐ ഡി യൂസർ ഐ ഡി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ഡാറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സ്ട്രിങ് ആണ്, അപ്പോൾ വാലിഡ് ഫങ്ഷനാണ്. പക്ഷെ നമുക്കിവിടെ എന്തുകൊണ്ടോ നമുക്ക് റെസ്പോൺസ് കിട്ടിയത് എം ടി റെസ്പോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. ടു ഡു കൺട്രോളർ ക്രിയേറ്റ് ടു ഡു ഓക്കെ, അൺഡിഫൈൻഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം? റിക്വസ്റ്റ് ഡോട്ട് ബോഡി എന്നുള്ളൊരു ഫങ്ഷൻ എക്സ്പ്രസിലില്ലേ? ഓക്കെ, നമ്മുടെ എക്സ്പ്രസ് ജേസൻ്റെ ഇഷ്യൂ കാരണമാണ്. ഓക്കെ, നോ വറീസ്. അപ്പോൾ നമ്മളിവിടെ ഡോട്ട് യൂസ് എക്സ്പ്രസ് ഡോട്ട് ജേസൺ ഇതൊക്കെ ബൈ ഡിഫാൾട്ടായിട്ട് എക്സ്പ്രസ് എനേബിൾ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒബ്ജക്റ്റ് കിട്ടി. നമ്മുടെ ഒബ്ജക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളപ്പോഴും തിരിച്ച് നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടില്ല. റിക്വസ്റ്റ് ബോഡി ടു ഡു ഡോട്ട് ക്രിയേറ്റ് റെസ്പോൺസ്. റെസ്പോൺസ് അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ടു ഡൂലോട്ട് പോയി നോക്കാം. നമുക്ക് ഇവിടെ ടു ഡു കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. Okay, to do is already been declared. Okay. ഓക്കെ, നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് ഒരുമിച്ച് നോക്കി നോക്കാം. ഗെറ്റ് ഓൾ ടു ഡൂസ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറേ ഓഫ് ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ ID, ടൈറ്റിൽ, യൂസർ ID ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ID ഇവിടെ ഓവർറൈഡ് ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടുന്ന് ID ഇവിടെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസിഡൻസ് മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇടുക. ഇവിടെ നമുക്ക് ID റിമൂവ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഗെറ്റ് ആൾ ടു ഡൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ID 2 ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു സാമ്പിൾ ടു ഡു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ടു ഡു സർവീസ് ഡിഫൈൻ ചെയ്തു, നമ്മൾ ടു ഡു കൺട്രോളർ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു, ടു ഡു റൂട്ട്സ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു, ദെൻ സെർവർ ഡിസൈൻ ചെയ്തു, ആപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മളിന്നിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ടു ഡു കൺട്രോളിൽ എല്ലാ മെത്തേഡും കംപ്ലീറ്റഡ് അല്ല. ഞാനിവിടെ ഗെറ്റ് ടു ഡു ബൈ ID, അപ്ഡേറ്റ് ടു ഡു ബൈ ഡിലീറ്റ് ടു ഡു ബൈ ID എല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന അപ്കമിങ് വീഡിയോസിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല കംപ്ലീറ്റ് ചെയ്യുന്നത്, വിത്ത് റാദർ നമ്മൾ സീക്വലൈസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് പോലെ തരാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു റൂട്ടർ യൂസർ സർവീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് കാണുന്ന വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റാബേസ് ഇൻറ്റഗ്രേഷൻ വെച്ചിട്ടായിരിക്കും നമ്മളിതെല്ലാം ചെയ്യുന്നത്. സീക്വലൈസ് വെച്ചിട്ടുള്ള മൈഗ്രേഷൻസ്, അതുപോലെ ഓതൻറ്റിക്കേഷൻ മിഡിൽ വെയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദെൻ നമ്മൾ യൂസർ മോഡ്യൂൾ, യൂസർ സർവീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൂടി നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്കിപ്പ് ചെയ്താലേ യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള പോർഷൻ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റ് സ്ട്രക്ചർ ചെയ്തുള്ളത് നോക്കുക. എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഓപ്പൺ API ഇൻറ്റഗ്രേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആപ്പിനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതെന്നെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന പോലെ ഇതാണ് നമ്മുടെ സാഗർ വരുന്നത്. അപ്പോൾ ഓപ്പൺ API അതുപോലെ Node.js ഇൻറ്റഗ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളതെന്തായാലും ട്രൈ ചെയ്യണം. കാരണം ഞാൻ ഓപ്പൺ API വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാനുള്ളത് പറ്റും, ക്ലയൻറ്റ് ജനറേറ്റ് ചെയ്യാനെല്ലാം ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോസ് വല്ലതും ആവശ്യമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടെക്നോളജി വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ആൾ.